മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മൾ മലയാളികൾ ആഗ്രഹിക്കുന്നത് ഇത്തരം ഭരണാധികാരികളെ അല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പാചകവാതക ക്ഷാമം ചില സ്ഥലങ്ങളിൽ നേരിടുന്നുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ചില മാധ്യമപ്രവർത്തകർ മേയറെ അതുപോലെ തന്നെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ശ്മശാനങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരാശങ്കയും വേണ്ട. നമ്മുടെ തൈക്കാട് ശ്മശാനത്തിലും അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തുള്ള കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള ശ്മശാനത്തിലും ആവശ്യത്തിന് വാതകം, ഗ്യാസ് സിലിണ്ടറുകൾ സപ്ലൈ ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരവും അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയും ഈ രണ്ട് സ്ഥാപനങ്ങളിലേക്കും സിലിണ്ടർ സപ്ലൈ ചെയ്യുന്ന ഏജൻസികളുമായി ഞങ്ങൾ നേരിട്ട് സംസാരിച്ച് ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആവശ്യമായ ഇന്ധനം കരുതിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഒരു ആശങ്കയ്ക്ക് ഇപ്പോഴത്തെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള വാർത്തകൾക്ക് പ്രചാരണം കൊടുക്കരുത്. ജനങ്ങളെ ആശങ്കയിലാഴ്ത്തും. ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകാനുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ നേരത്തെ അറിഞ്ഞതുകൊണ്ട് തന്നെ അതിന്റെ മുൻകരുതലുകൾ സ്വീകരിച്ചും ഏജൻസികളുമായി നിരന്തരം ബന്ധപ്പെട്ടും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ആവശ്യത്തിനുള്ള എല്ലാ സ്റ്റോക്കും. നിങ്ങൾ കേട്ടില്ലേ? ഇദ്ദേഹത്തെ പോലെയുള്ള നേതാക്കന്മാരല്ലേ നമ്മുടെ കേരളത്തിലൊക്കെ ഉടനീളം ഉണ്ടാവേണ്ടത്? നമുക്കറിയാം, ലോകത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നമ്മുടെ രാജ്യത്തിന് യാതൊരു പങ്കുമില്ല. നമ്മുടെ രാജ്യം ലോകം യുദ്ധഭീതിയിൽ നിൽക്കുന്ന സമയത്ത് പോലും സുന്ദരമായിട്ട് സമാധാനത്തിലും സൗകര്യങ്ങളിലും സുരക്ഷയിലാ രാജ്യത്തെ ഓരോ പൗരന്മാരും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ ഒരു യുദ്ധത്തെ പോലും മുതലെടുക്കാൻ രാജ്യത്തെ പ്രതിപക്ഷം, നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തില് കോൺഗ്രസും LDF ഒക്കെ എത്ര തോന്നിവാസമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗ്യാസ് പ്രതിസന്ധിയോ എന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതേസമയം മേയർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഏജൻസികളൊക്കെയായി ബന്ധപ്പെട്ടു, യാതൊരു പ്രതിസന്ധിയും ഇപ്പൊ നിലവിലില്ല. നിങ്ങൾ ഇത് വെറുതെ ഭയം വിതറരുത്, അതൊരു ശരിയല്ല. ഇത്തരത്തിലാണ് നേതാക്കന്മാരുണ്ടാവേണ്ടത്, പറയേണ്ടത്. നിങ്ങൾ ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. LDFനും UDFനും ഇപ്പോ വലിയ രീതിയിൽ ഇലക്ഷൻ വന്ന സമയത്ത് വലിയ രീതിയിൽ കള്ളം പ്രചരിപ്പിക്കുക ഇവിടെ ഗ്യാസ് ഇല്ല എന്ന്. ആ പ്രചരണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തില് സാധാരണക്കാര് ഗ്യാസ് ഉണ്ടാവോ എന്ന് ഭയന്ന് അനാവശ്യമായിട്ട് പോലും ഗ്യാസുകൾ വാങ്ങാൻ, സിലിണ്ടറുകൾ വാങ്ങാൻ മത്സരം നടത്തൂ. ഇങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലൊരു പ്രതിസന്ധിയിലേക്ക് വരൂ. ഇത് വെറുതെ പറയുന്നതല്ല. ഇത്തരം ഭയം വിതറിയിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തില് സിലിണ്ടറുകൾ വാരിക്കൂട്ടുന്നുണ്ട്. തമാശയല്ലേ? ഞാനിവിടെ വാർത്ത കൊടുക്കാം. 55 സിലിണ്ടർ SP നേതാവ്, സമാജ്വാദി പാർട്ടിയുടെ നേതാവ് വാങ്ങിക്കൂട്ടുക. ഇത് നമ്മൾ വാർത്തയായിട്ടൊന്ന് പുറത്തു വന്നതാ. ഇത് നമ്മുടെ കേരളത്തിൽ പോലും കോൺഗ്രസ് ഇപ്പൊ ഇതിനൊരു ലക്ഷ്യം വെക്കുന്നുണ്ട്. പരമാവധി ആളുകളിൽ ഭയം വിതറുക. LDFും അത് തന്നെയാ. ഇവിടെ ഗ്യാസ് ഇല്ലോ, ഇവിടെ യാതൊരു പ്രതിസന്ധിയും നിലവിലില്ല. നിലവിലുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മൾ ഹോർമൂസ് കടലിടുക്കിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് കപ്പലുകളെ എത്തിച്ചോണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ കേരളത്തിൽ വാട്സാപ്പുകളിലൂടെയൊക്കെ പ്രചരിച്ചോണ്ടിരിക്കുക. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. ഗ്യാസ് ഒരു സിലിണ്ടർ ഒരു വീടിനെ സംബന്ധിച്ച് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാം. ഒരു മാസത്തേക്ക് ഇവരെ പോലും ഭയപ്പെടുത്തിയിട്ട് വാരിക്കൂട്ടാനുള്ളൊരു തന്ത്രം ഇവിടെ നടക്കുന്നുണ്ട്. ഈ സമയത്താണ് കൃത്യമായിട്ട് ഒരു ഭയപ്പെടലിന്റെയും ആവശ്യമില്ല. ഇവിടെ എല്ലാ രീതിയിലും സിലിണ്ടറുകള്, ഗ്യാസുകള് ഈ പറയുന്ന ഏജൻസികളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു. ഇതാണ് ഒരു ഭരണാധികാരിയിൽ നിന്ന് മലയാളികൾ പ്രതീക്ഷിക്കുന്നത്. ഒരു യുദ്ധമൊക്കെ ലോകത്ത് നടക്കുമ്പോ ആ സമയത്ത് ഈ രാജ്യത്ത് കുട്ടിച്ചോറാക്കാനല്ല ശ്രമിക്കേണ്ടത്. കോൺഗ്രസിന്റെയും LDFിന്റെയും ഒക്കെ നേതാക്കന്മാരോടായി പറയുന്നത്, ഈ സമയത്ത് ഒരുമിച്ച് നിൽക്കണോ? ഇത് പുറത്തുള്ളൊരു വിഷയമല്ലേ? രാജ്യത്തിന്റെ പുറത്ത് നടക്കുന്ന ഒരു യുദ്ധമാണ്. ആ സമയത്ത് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ദയവ് ചെയ്ത് ഇവിടുത്തെ കോൺഗ്രസും CPMും ഈ പറയുന്ന സകലരും ശ്രമിക്കരുത് എന്ന് ബോധമുള്ള സകല ആളുകൾക്ക് മുന്നോട്ട് വെക്കാനുള്ളൂ. ഇവിടെ VV രാജേഷ് പറയുന്നത് പോലെ ഇവിടുത്തെ ഓരോ പഞ്ചായത്ത് ലെവലിലുള്ള പ്രസിഡന്റുമാരും രംഗത്തെത്തിയിട്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇവിടെ യാതൊരു പ്രശ്നവുമില്ല, സമാധാനത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഹ്വാനം ചെയ്യണോ? കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ജിഹാദികളൊക്കെ പുറഞ്ചം ഇറങ്ങിയിട്ട് വിളിച്ചു പറഞ്ഞോണ്ട് ഇവരെല്ലാം നശിക്കാൻ പോവാണോ എന്ന്. അവർക്കൊരു ലക്ഷ്യമുണ്ട്, നാട്ടിൽ കലാപം ഉണ്ടാക്കണേ, നാട്ടിൽ കുട്ടിച്ചോറുണ്ടാക്കണം, ഈ രാജ്യം കുളാക്കണം. ആ ലക്ഷ്യമുള്ള ആളുകള്
ഈ യുദ്ധത്തെ നോക്കിക്കൊണ്ട് വലിയ രീതിയിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ യുദ്ധം ഉണ്ടായത് തന്നെ ജിഹാദികൾ കാരണല്ലേ. ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് എന്ന ഭീകര സംഘടന കടന്നു കയറി ഇസ്രായേലിൽ ആക്രമണം നടത്തി 1200-ലധികം ആളുകളെ കൊല ചെയ്തു. അതിന് മറുപടി ചോദിച്ച് ഇസ്രായേൽ രംഗത്തെത്തി ഹമാസിനെ പോറ്റി വളർത്തി ഇറാന് നേരെ ആക്രമണമായി. ഇറാനാണെങ്കിൽ ആണവായുധ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. അത് അംഗീകരിച്ചാൽ നമ്മുടെ രാജ്യത്തിന് പോലും ഭീഷണിയാണ്. ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുന്നു. ഇറാൻ ഒരു ഉളുപ്പില്ലാതെ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു. ആക്രമിച്ചവർക്കെതിരെ ആക്രമിക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് ഇറാൻ നേരെ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു. നമ്മളിൽപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ, ഒരു സാഹചര്യത്തിലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് നമ്മുടെ നാട്ടില് ഒരു ഉളുപ്പില്ലാതെ ജിഹാദികള്, കോൺഗ്രസ്, LDF ഇവരൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ ഫുള്ള് പ്രശ്നമാണോ എന്ന് ഇങ്ങനെ പ്രചരിപ്പിക്കുക. നമ്മുടെ രാജ്യത്ത് ഇത്തരം ആളുകളൊക്കെ വലിയ അപകടം തന്നെയാ. ഒരു ലോകത്തൊരു പ്രതിസന്ധി വരുമ്പോ നമ്മൾ ഒറ്റക്കെട്ട പൊളിറ്റിക്സ് ഒക്കെ ഈ രാജ്യത്തിനകത്ത്, രാജ്യത്തിന് പുറത്തുള്ള ഒരു വിഷയത്തെ ഇവിടെ എന്തിനാണ് ആളുകൾ വലിയ രീതിയിൽ പ്രശ്നത്തിലാണ് കേരളത്തിലൊക്കെ ശ്രമം നടക്കുന്നത്. ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ പോലും അതിന് കൂട്ടുപിടിക്കുന്നുണ്ട്, അതിന് കുട പിടിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഈ ഗ്യാസ് പ്രതിസന്ധി അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി നിലവിലുണ്ടോ? വീടുകളിലേക്ക് പോലും ഗ്യാസ് എത്താത്ത പ്രശ്നമുണ്ടോ? ഈ വീഡിയോ ഒക്കെ കാണുന്ന ഓരോ ആളുകളും സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകം യുദ്ധഭീതിയിൽ നിൽക്കുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എത്ര സമാധാനമുള്ള രാജ്യങ്ങളായിരുന്നു. എന്താ അവസ്ഥ? മിസൈല് വരുമോന്നും നോക്കി നിൽക്കുക. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ ഒരു സാഹചര്യം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിൽക്കുമ്പോഴും നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണ്. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം എത്ര സുന്ദരമായിട്ടാ മുന്നോട്ട് പോകുന്നത്. ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ എത്ര സുന്ദരമായി സമാധാനത്തിൽ, സൗകര്യത്തിൽ, സുരക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ സമയത്തോ ഒരു അനാവശ്യമായിട്ട് രാജ്യത്ത് പ്രശ്നമുണ്ടാക്കാൻ കോൺഗ്രസ് ഒക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. സാധാരണക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ അവരുടെ പ്രചരണത്തിലൊന്നും വീണ് പോകരുത്. ഇവിടെ LDFും കോൺഗ്രസ് ഒക്കെ നമ്മുടെ രാജ്യത്ത് കുട്ടിച്ചോറാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഇവിടെ ഗ്യാസുമായിട്ടൊന്നും യാതൊരു പ്രതിസന്ധിയിലേക്കും നമ്മുടെ രാജ്യം ഈ സമയം വരെ എത്തിയിട്ടില്ല. നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ അന്തസ്സോട് കൂടിയിട്ട് അവിടുത്തെ ഏജൻസികളെ ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റോക്കുകൾ ഉണ്ട് എന്ന് ഏജൻസികൾ കൃത്യമായിട്ട് വിവരം കൊടുത്തോ. നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്, നമ്മൾ ലോകം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ നമ്മുടെ രാജ്യത്തെ ഇതൊക്കെ വലിയ രീതിയിൽ കലാപശ്രമ. ഗ്യാസില്ലോ എന്നൊക്കെ പറയുന്നത് നിഷ്കളങ്കൊന്നുമല്ല. വ്യാപകമായിട്ട് ഇത് പ്രചരിപ്പിച്ചാല് ആളുകൾ കൂട്ടത്തോടെ ഇത് അനാവശ്യമായിട്ട് വാങ്ങിക്കൂട്ടിയിട്ട് ഇവിടെ ഒരു കലാപശ്രമം നടക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം. ഇത് കൃത്യമായിട്ട് ബോധത്തോടു കൂടി ആര് ചിന്തിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കൂ. ഇവിടേക്കാണ് VV രാജേഷിനെ പോലുള്ള ഭരണാധികാരികൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത മലയാളികൾ മനസ്സിലാക്കണം. ഈ ഒരു അവസരത്തിൽ കൃത്യമായിട്ട് മേയർ രംഗത്തെത്തുന്നു. ഇവിടെ ഒരു പ്രതിസന്ധിയുമില്ല എന്ന് പറയുന്നു. ഇത് ജനങ്ങൾ വലിയ സമാധാനത്തിൽ, വലിയ ആശ്വാസമാണ് ഈ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ. ഇതൊക്കെ കേരളത്തിലെ ഓരോ ആളുകളും, കേരളത്തിലെ പഞ്ചായത്ത് തലം മുതലുള്ള ആളുകൾ, നേതാക്കന്മാർ ഇത് ഉയർത്തിപ്പിടിക്കണം. ഇവിടെ രാഷ്ട്രീയം കളിച്ച് നാട്ടിൽ കലാപം ഉണ്ടാക്കാനല്ല ഈ ഒരു സമയമൊന്നും ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ രാജ്യത്ത് നിലവിൽ യാതൊരു പ്രശ്നവുമില്ല. ആ ഷോർട്ടേജുകൾ ഉള്ളത് പോലും മറികടക്കാനുള്ള എല്ലാ രീതിയിലുള്ള നീക്കവും നമ്മുടെ കേന്ദ്ര സർക്കാർ നടത്തുകയും ചെയ്തിരിക്കുന്നു. ഒരു ഭാരതീയരും ഒരു തരത്തിലും പേടിക്കേണ്ടതില്ല. ശക്തനായ ഒരു ഭരണാധികാരി നരേന്ദ്രമോദിയാണ് നമ്മുടെ ഭാരതം ഭരിക്കുന്നത്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഒരു സാധാരണക്കാർക്കും ഉണ്ടാവില്ല എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.